ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ, ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസിനെ, ഗവൺമെൻറ് ഇനീഷ്യേറ്റഡ് ആയിട്ടുള്ള പ്രോജക്റ്റുകളുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ മാത്രമുള്ള അത്രത്തോളം വോളിയം ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ് ചെയ്യുക ബൊറോയിങ് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ ഗവൺമെൻറ് ഈ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ടുള്ള റവന്യൂ കണ്ടെത്തും. ആ ബൊറോയിങ് എന്ന് പറയുന്നത് പബ്ലിക്കിൻ്റെ നിന്നോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നിന്നോ അല്ലെങ്കിൽ ബൈ പ്രിൻറ്റിങ് മോർ കറൻസി എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ഈസ് ഷോർട്ടർ ദാൻ ഇറ്റ്സ് എക്സ്പെൻഡിച്ചർ, then this situation is dealt by borrowing from public and foreign institution or by printing more currency. Okay, അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് അഡീഷൻ ടു ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഡയറക്റ്റ് അഡീഷൻ ടു ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ ത്രൂ budget deficit. Whether deficits are on revenue or capital accounts. അപ്പോൾ റവന്യൂ ഡെഫിസിറ്റ്സ് ഓർ റവന്യൂ അക്കൗണ്ട്സ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പോൾ അതുവഴിയായിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഇറ്റ് റെഫേഴ്സ് ടു ആൻ അറ്റംപ്റ്റ് ടു എലിവേറ്റ് എ ഡിപ്രഷൻ ബൈ ഡെലിബറേറ്റ് സ്പെൻഡിങ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് മോർ ദാൻ ഈസ് റിസീവ്ഡ് ഇൻ റവന്യൂ. അപ്പോൾ ഡിപ്രഷൻ്റെ ടൈമിലാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നത് വയ റിസീവിങ് റവന്യൂ ബൈ ബോറോയിങ് ഗവൺമെൻറ് ആ ഡിപ്രഷനെ മറികടക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരിക്കും. മെത്തേഡ്സ് ഓഫ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് അതിൽ ആദ്യത്തെ പറയുന്നത് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ടേക്സ് പ്ലേസ് വെൻ എ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഫൈനാൻസ്ഡ് ബൈ യൂസിങ് എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. The first method is running down of accumulated cash balances. അതായത് withdrawal of cash balances from RBI to finance its budgetary deficit. അത് ഇൻക്രീസിങ് ദ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് സംഭവിക്കാം, അല്ലേ? റണ്ണിങ് ഡൗൺ ഓഫ് അക്യുമുലേറ്റഡ് ക്യാഷ് ബാലൻസസ്. സെക്കൻഡ് എന്ന് പറയുന്നത് ബോറോയിങ് ആണ്. ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നോൺ ബാങ്ക് ഇൻവെസ്റ്റേഴ്സിനോ ഓർ കൊമേഴ്സ്യൽ ബാങ്ക്സിനോ ബോറോ ചെയ്യാനായിട്ട് പറ്റും. നോൺ ഇൻഫ്ലേഷണറി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആസ് ഇറ്റ് tends to replace the private expenditure or the government can borrow from RBI. അതല്ലെങ്കിൽ ഗവൺമെൻറ്റിന് മൂന്നാമത്തെ പറഞ്ഞ ഓപ്ഷനാണ് ഗവൺമെൻറ് മേ ഇഷ്യൂ ന്യൂ കറൻസി. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെഫിസിറ്റ് ഫൈനാൻസിങ്. ആദ്യത്തെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനോർമസ് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഡ്യൂറിങ് വാർ പീരീഡ്. ഓക്കെ, അപ്പോൾ വാർ പീരീഡിനകത്ത് പെട്ടെന്ന് വരുന്ന എക്സ്പെൻഡിച്ചർ വളരെ വലിയൊരു ഭീമമായിട്ടുള്ള ഒരു ഇതിലോ ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനായിട്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, ഡിപ്രഷൻ ടൈമിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ മറികടക്കാനായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇഫക്റ്റീവ് ഡിമാൻഡിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് റേസ് ദ ലെവൽ ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡ്. അതിലൂടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുക, ഒപ്പം തന്നെ നാഷണൽ ഇൻകം റേസ് ചെയ്യുക. പിന്നെ സേവ് ചെയ്യാനായിട്ടുള്ള ഫോഴ്സ്ഡ് സേവിങ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആളുകളുടെ ഇൻകം വളരെ വലിയ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് ആളുകളുടെ കൈവശമുള്ള ആ മണി അവരിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും. സോ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വരുന്ന വലിയൊരു ഭാഗം ഫോഴ്സ്ഡ് സേവിങ്ങിലേക്ക് ഗവൺമെൻറ് കൊണ്ടുവരും. ആൻഡ് സിക്സ്ത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മൊബിലൈസ് റിസോഴ്സസ് ഫോർ ഫൈനാൻസിങ് ഇക്കണോമിക് പ്ലാൻസ്. സെവൻത്ത്, എലിമിനേറ്റ് ക്രോണിക് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഇത് ഡെവലപ്പിംഗ് കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സസ് ടാക്സേഷനിലൂടെ, അല്ലേ, വെർ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്രിയേറ്റ് റിസോഴ്സസ് ത്രൂ ടാക്സേഷൻ. റിസോഴ്സസ് ടാക്സേഷനിലൂടെ കണ്ടെത്താൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തും? വയ ഡെഫിസിറ്റ് ഫൈനാൻസിങ്, അല്ലേ, വയ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ആണ്. ടു ക്രിയേറ്റ് അഡീഷണൽ പർച്ചേസിങ് പവർ. അപ്പോൾ നമുക്കൊന്നും കൂടി പോയി കഴിഞ്ഞാൽ എന്താണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ അല്ലേ ഗവൺമെൻറ്റിന് റവന്യൂ എന്ന് പറയുന്നത് ഷോർട്ടർ ദാൻ ദ എക്സ്പെൻഡിച്ചർ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ് ബോറോ നടത്തും ഫ്രം പബ്ലിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബൈ പ്രിൻറ്റിംഗ് ഫോർ മോർ കറൻസി. ലിമിറ്റേഷനായിട്ട് പറയുന്നത് റൈസ് ഇൻ പ്രൈസസ്, increase in money supply, increase in speculative activities, adverse effect on savings, reduce investment, unequal distribution of income and wealth. അപ്പോൾ അതൊരു ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിൻ്റെ വലിയ ഒന്നാണ്. ഒന്ന് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, ഇൻക്രീസ് ഇൻ സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റീസ്. സേവിങ്ങിന് നേരെ തിരിയായിട്ടുള്ള ഒരു ഇതാണ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ സേവിങ്സ് ആണ്. മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതികളിലൊക്കെ വരുമ്പോൾ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇൻഫ്ലേഷണറി ട്രെൻഡ് കാണിക്കുക, റൈസ് ഇൻ പ്രൈസസ് ഒക്കെയാണ്. ഓക്കെ, ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങും വാറും നമ്മൾ പറയുന്നു. വാർ ടൈമിൽ നമ്മൾ എമർജൻസി എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ഫണ്ട് റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്നൊരു ഫണ്ട് അല്ലെങ്കിൽ അങ്ങനെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫിക്കൽട്ടാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഗവൺമെൻറ് ആശ്രയിക്കുന്ന ഒന്നാണ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ടാക്സേഷനിലൂടെ, യൂഷ്വൽ മെത്തേഡായിട്ടുള്ള ടാക്സേഷനിലൂടെ, പബ്ലിക് ബോറോയിങ്ങിൽ അല്ലേ, ഇതിലൂടെ ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും അല്ലെ. വാർ ടൈം എമർജൻസി മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ഗവൺമെൻറ് ടു റേസ് അർജൻറ്റ് റിസോഴ്സസ് ത്രൂ ഇറ്റ്സ് യൂഷ്വൽ മെത്തേഡ് ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് ബോറോയിങ്. The funds raised used to purchase goods and servicing to fight war. This activity, അതായത് നമ്മൾ ഇവിടെ ഈ ലെവലിലൂടെ ഡെഫിസിറ്റ് ഫൈനാൻസിങ്ങിലൂടെ വരികയാണെങ്കിൽ ഇറ്റ്സ് എൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് റേസ് ചെയ്യും. റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസ് ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് റേസിങ്ങും നോൺ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷണറി ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഫ്ലേഷണറി പ്രൈസ് റേസ് ചെയ്യാം. സെക്കൻഡ് വേൾഡ് വാറിലുള്ള ജർമ്മനിയിലൊക്കെ സംഭവിച്ചത് ഇങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു വാർ ടൈം എമർജൻസി മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ ഗവൺമെൻറ് ടു റേസ് അർജൻറ്റ് റിസോഴ്സസ്. അങ്ങനെ അർജൻറ്റ് റിസോഴ്സസ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു മാർഗമാണ് ഈ പറഞ്ഞത് ത്രൂ ഇറ്റ്സ് യൂഷ്വൽ മെത്തേഡ് ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് ബോറോയിങ്. ദെൻ ഫണ്ട് റേസ്ഡ് യൂസ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ഫൈറ്റ് വാർ. ഇത് അഗ്രിഗേറ്റ് ഡിമാൻഡ് റേസ് ചെയ്യും. റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമ്മൾ വാർ ടൈമിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറാണ്, അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്നുള്ളത്. സോ ഹിയർസ് സേ റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് ഫോർ അൺപ്രൊഡക്റ്റീവ് പർപ്പസസ് ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് റേസ് ചെയ്യാം, അതുവഴി നോൺ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ് റിസോൾവ്സ് ഇൻ എൻ ഇൻഫ്ലേഷണറി പ്രൈസ് റൈസ്. ജർമ്മനിയിൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ സംഭവിച്ചത് ഇതാണ്. ഡെഫിസിറ്റ് ഫൈനാൻസിങ് ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിന് നമ്മൾ പറയുന്നത് ഇറ്റ്സ് എ ടൂൾ ഓഫ് സോൾവിങ് ദ പ്രോബ്ലം ഓഫ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ഡിപ്രഷൻ. ഡിപ്രഷൻ ടൈമിൽ സംഭവിക്കുന്ന ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഡിപ്രഷൻ ടൈമിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ഇഫക്റ്റീവ് ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് സ്പെൻഡിങ് ലോ ആയിരിക്കാം. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിപ്പിക്കാം? ഇൻവെസ്റ്റ് ഇൻ പബ്ലിക് വർക്ക്സ് ക്രിയേറ്റ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ വെൽഫെയർ പേയ്മെൻറ്റ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. ഇത് ഫിനാൻസ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കനോട്ട് ഡിപ്പെൻഡ് ഓൺ ടാക്സ് ആസ് ടാക്സബിൾ കപ്പാസിറ്റി ഈസ് ലോ. ഹെൻസ് ദ ഗവൺമെൻറ് ടു ബോറോ ഫ്രം ബാങ്കിങ് സിസ്റ്റം. ഇവിടെ തന്നെ പറയുന്നു ഇറ്റ്സ് ദ ബെസ്റ്റ് മോഡ് ഓഫ് ഫൈനാൻസിങ് ആൻറ്റി ഡിഫ്ലേഷണറി എക്സ്പെൻഡിച്ചർ. കെയ്ൻസ് സജസ്റ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലയർ മെ നോട്ട് ബി സക്സസ്ഫുൾ ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആസ് ദർ ഈസ് അൺയൂട്ടിലൈസ്ഡ് ഓർ ഐഡിൽ കപ്പാസിറ്റി. മറ്റൊരു കാര്യം കെയ്ൻസ് ഇവിടെ പറയുന്നത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഈസ് വെരി ഹൈ ആണ്. ഓൾസോ കെയ്ൻസ് മൾട്ടിപ്ലയർ മേ ആക്ച്വലി റേസ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് റേസിംഗ് ദ അഗ്രിഗേറ്റ് സപ്ലൈ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിസിറ്റ് ഫൈനാൻസിങ് ടു കോമ്പാക്ട് unemployment in underdeveloped countries requires a great caution in handling so that inflationary pressure are not generated. Deficit financing and economic development. Promoting economic development എന്ന് പറയും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഡെഫിസിറ്റ് ഫൈനാൻസ് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ മേജർ ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഒബ്സ്റ്റക്കിൾസ് എന്ന് പറയുന്നത് ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് ഫോർ സഫിഷ്യൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ടു പ്രൊവൈഡ് ജോബ്സ് ഫോർ അൺഎംപ്ലോയിഡ്. അപ്പോൾ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ ലോ ആയിരിക്കും. ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലാണ് അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ കുറഞ്ഞു വരിക. സോ an increase in population, the level of employment also increases, necessitating greater capital formation എന്ന് പറയുന്നത്. ഇപ്പോൾ ലോ ഇൻകം റെഡ്യൂസ് ടാക്സബിൾ കപ്പാസിറ്റി ആസ് വെൽ ആസ് ദ എബിലിറ്റി ടു സേവ്. അങ്ങനെ ഒരു റാപ്പ് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. ലോ ഇൻകം റെഡ്യൂസ് ടാക്സബിൾ കപ്പാസിറ്റി ആസ് വെൽ ആസ് എബിലിറ്റി ടു സേവ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് റേസ് റിസോഴ്സസ് ത്രൂ പബ്ലിക് ബോറോയിങ് ടു. Deficit financing stimulates the right of investment indirectly. It increases income and thus saving too. Results in forced saving because when the government purchases goods and services for its projects, people do not get them. ഇവിടുത്തെ ഇതിൽ നമ്മൾ പറയുന്നു, so reduced private spending results in larger savings. If government use direct financing to undertake productive projects, then output increase. It may not be inflationary. Productive projects like കൊണ്ടുവരും, അത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇൻഫ്ലേഷണറി ഇതിലേക്ക് വരില്ല എന്നാണ്. ഇവിടെ ലാക്ക് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ട്. ലാക്ക് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ടെക്നോളജി, ഇൻആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, മാർക്കറ്റ്സ്, ഇതൊന്നും ഡു നോട്ട് ലീഡ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ്. ഇൻകം ഓഫ് ദ ഓണ്ടർപ്രണേഴ്സ് ഹൂസ് പ്രൊപ്പൻസിറ്റി ടു സേവ് ഈസ് ഹൈ. അങ്ങനെയാണെങ്കിൽ അത് ഇൻകം ഇൻഈക്വാലിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കും. ഇനീഷ്യൽ സ്റ്റേജിലെ ഹയർ പ്രൊപ്പൻസിറ്റി ടു സേവ് ഓഫ് ദ ഓണ്ടർപ്രണറിയൽ ക്ലാസ് ഈസ് എ വെൽക്കം ഫീച്ചർ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജനറൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ഫണ്ട് ഇവിടെ പറയുന്നത് ഷുഡ് ബി പ്രിഫറബിളി ബി യൂസ്ഡ് ഫോർ ക്വിക്ക് yielding projects. Direct financing should preferably be used for quick yielding projects in the initial stage. So the increase in production will control inflationary pressure. The thing, if development projects have long gestation period, deficit financing for such products would bring inflationary price rise. But deficit financing and distribution of income, it leads to widening the gap of inequality since it causes excess monetary demand for goods. But general price എന്ന് പറയുന്നത് tend to rise. Okay, may provide incentives to entrepreneurs to produce more. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിടത്തോളം their profits tend to rise on account of higher prices. Real income of wage earning class decline. Rising price helps the distribution of income and wealth in favor of the rich class. Okay, and thus resorting to heavy deficit financing is harmful. Thank you.